ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇന്നിപ്പോൾ ഒരു ടാറ്റ ടിയാഗോയുടെ ഉള്ളിലാണുള്ളത്. കാരണം ടിയാഗോയുടെ ഒരു റേഞ്ച് ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഈ വണ്ടിയുടെ ഓണറായിട്ടുള്ള നിതിനുണ്ട്, അതുപോലെ തന്നെ ഷിയാദ് ഭായ് വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടെ ഏകദേശം 200 കിലോഗ്രാമിന് മേലെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ തന്നെ ഒരു ചെറിയൊരു ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മളിന്ന് കാക്കനാട് നിന്നാണ് ഇറങ്ങുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കളമശ്ശേരി, ആലുവയിലും അങ്കമാലിയിലൊക്കെ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലേക്കാണ് വിടുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 ആണ് മാക്സിമം. അതിനടുത്തൊക്കെ നമുക്ക് കിട്ടും എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു പ്രതീക്ഷ. അതുപോലെ തന്നെ നമ്മുടെ നിതിനും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഓടിച്ച പോലെ ഒരു 40 ഒന്നുമല്ല പോകാൻ പോകുന്നത്. അണ്ടർ 60 ഒരു 50-60 kmph സ്പീഡിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്തായാലും നമുക്ക് വഴിയെ കാണാം. ഏകദേശം ഒരു 25% ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നിർത്തിയിട്ട് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് നോക്കാം. പിന്നെ ഒരു 50 നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പോലെ ഒരു 75 കൂടെ കഴിഞ്ഞിട്ട് ഒരു 25% ചാർജ് ബാക്കിയുള്ളപ്പോഴും കൂടെ നമുക്ക് എത്രയാവും എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഫുൾ ചാർജ് തീർക്കാനൊന്നും പോകുന്നില്ല. അതിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫാസ്റ്റ് ചാർജർ കണ്ടുപിടിച്ചിട്ടൊന്ന് ചാർജ് ചെയ്യണം. നമ്മളൊരു വൺ സൈഡ് ഒരു 100 അല്ലെങ്കിൽ 120 കിലോമീറ്റേഴ്സ് പോയിട്ട് തിരിക്കാനുള്ളൊരു പ്ലാനിനാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ 100% ചാർജ് ചെയ്യുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200 ഇനീഷ്യലി കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് നീക്കിയപ്പോഴത്തേക്കും 199 കാണിക്കുന്നുണ്ട്. ലെവൽ 3 റീജിയനാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാറ്റുന്നതിനനുസരിച്ച് അത് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റേഞ്ച് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 100 5% ചാർജ് ഇറങ്ങിയിട്ടുണ്ട്. 10 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. അതായത് ഏകദേശം 1%-ന് 2 കിലോമീറ്റർ. അത് അത്യാവശ്യം കയറ്റങ്ങളും ഇറക്കങ്ങളും ബ്ലോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ കളമശ്ശേരി എത്തിയിട്ടുള്ളൂ. ഇനി ഒരു അങ്കമാലി വരെ കുഴപ്പമുണ്ടാവില്ല, എന്നാലും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു അങ്കമാലിയൊക്കെ കഴിഞ്ഞൊരു 25% ഒക്കെ എക്സോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് ഇപ്പൊ ഇതൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളിപ്പോ 28 കിലോമീറ്റർ ഓടി 12% ചാർജ് എടുത്തിട്ടുള്ളൂ. നമ്മൾ ഓടിയത് മുഴുവൻ സിറ്റി കൂടെ, അതായത് ട്രാഫിക് ഉള്ള സ്ഥലത്തെ കൂടെയാണ് നമ്മൾ ഓടിയത്. എവിടെ ഒരു കോൺസ്റ്റന്റ് സ്പീഡ് എടുക്കാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് സിഗ്നൽസ് ഇല്ല. അത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഓൾറെഡി 12%. നമ്മളിപ്പോ ഒരു പെർസെന്റേജ് 2 കിലോമീറ്റർ വെച്ച് കൂട്ടിയാലും 24. ഗൈസ്, അപ്പോൾ ആദ്യത്തെ 25% നമ്മൾ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം 65 കിലോമീറ്റർ ആണ് ഓടിച്ചേക്കുന്നത്. കുറച്ച് ദൂരം മാത്രമേ നമ്മൾ AC ഇട്ടിട്ടുള്ളൂ. കാര്യമായിട്ട് AC യൂസ് ചെയ്തിട്ടില്ല. റീജിയൻ 3 കിടക്കുന്നത്, മാക്സിമം റീജിയനിലാണ് കിടക്കുന്നത്. ക്രൂയിസ് കൺട്രോൾ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഈ ഒരു ആദ്യത്തെ 65 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കാക്കനാട് നിന്നായിരുന്നു. അവിടെ കംപ്ലീറ്റ്ലി സിറ്റി ആയിരുന്നു. കയറ്റങ്ങളും ഇറക്കങ്ങളും ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 1/4% ബാറ്ററി നമ്മൾ യൂസ് ചെയ്തപ്പോൾ തന്നെ 65 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എങ്ങനെ വന്നാലും ഒരു 75% വരെ നമ്മൾ ഓടി. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലാണ്. അപ്പോൾ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള റേഞ്ച് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിതിന് എന്താ തോന്നുന്നത് ഇതുവരെ?
ഇതുവരെ വണ്ടി ഓടിച്ചിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ഒരു റേഞ്ച് ആങ്സൈറ്റി നമ്മൾ പ്ലാൻ ചെയ്ത് പോകാനാണെങ്കിൽ അങ്ങനെ ഒരു റേഞ്ച് ആങ്സൈറ്റി എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ 25 നമ്മൾ 3 പേരായിട്ട് നമ്മൾ ഏകദേശം 200 കിലോഗ്രാമിന് മേലെ വെയിറ്റ് ഉള്ളവരുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു 25 65-നടുത്ത് കിലോമീറ്റർ ഓടി. അതെ, അതിൽ ഫസ്റ്റ് 30 കിലോമീറ്റേഴ്സ് നമ്മൾ പീക്ക് ട്രാഫിക്കില് ബമ്പർ ടു നമുക്ക് അറിയാലോ, കാക്കനാട്, ആലുവ, കളമശ്ശേരി, ആലുവ, അങ്കമാലി എല്ലാം കൂടെ കവർ ചെയ്തിട്ടും നമുക്ക് ഇപ്പോഴും ആക്ച്വലി 25% നമ്മൾ 69 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ലൊരു. ബാക്കി വീണ്ടും 169 കിലോമീറ്റേഴ്സ് അവർ കാണിക്കുന്നുണ്ട് മീറ്ററിൽ. അപ്പോൾ നമുക്ക് ഒരു 169 കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബാക്കി നമ്മൾ ഈ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം വന്നതിനേക്കാളും കുറെ കൂടെയും ഫേവറബിൾ റോഡ് കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 91 വാട്ട്സ് പെർ കിലോമീറ്റർ. അപ്പോൾ 91 വാട്ട് അവർ പെർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 24,000 അല്ലേ ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. ബൈ 91 വരുമ്പോൾ ഏകദേശം ഒരു 250 കിലോമീറ്റർ ആണ്. ഈ ഒരു റൈഡിങ്ങിലാണെങ്കിൽ ഈ ഒരു എഫിഷ്യൻസിയിൽ പോയാൽ ഒരു 250 കിലോമീറ്റർ കിട്ടണം. അതെ, അതും പിന്നെ നമ്മൾ അങ്കമാലി തൊട്ട് നമ്മൾ കോൺസ്റ്റന്റ്ലി ഒരു 60 എബോവ്. സ്പീഡിന്റെ കാര്യം നമ്മൾ ഈ ഒരു റേഞ്ച് ടെസ്റ്റിന് വേണ്ടിയിട്ട് സ്പീഡൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമ്മൾ എങ്ങനെ വന്നാലും 50 to 60 km/h, എസ്പെഷ്യലി നമ്മൾ ഈ ഹൈവേയിൽ കയറിയതിനു ശേഷം ഒരു 55-60 അടുത്ത് തന്നെ സ്പീഡിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയേക്കുന്നത്. അപ്പോൾ മാക്സിമം റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യാതൊരു രീതിയിലുള്ള കോംപ്രമൈസ് ഇതിനകത്ത് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയട്ടെ. അല്ലെങ്കിൽ ഒരുപാട് പേര് ചോദിക്കും 40-ലാണോ ഓടിച്ചത്, 45-ലാണോ ഓടിച്ചത്. നമ്മൾ ക്രൂസ് കൺട്രോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ നേരത്തെ എക്സ്പീരിയൻസ് വെച്ചാൽ നമുക്കൊരു 84 വാട്ട്സ് പെർ കിലോമീറ്ററിലെങ്കിലും വരാൻ പറ്റും. നമ്മൾ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ മാനുവലി ത്രോട്ടിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ 60-യുടെ അബവ് ആയിരുന്നു. എന്നാലും നമുക്കൊരു 250 കിലോമീറ്റേഴ്സ് കിട്ടുമെന്ന് വിത്തിൻ 60 ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എത്ര നേരം ബ്ലോക്കിൽ കിടക്കുന്നു, നമ്മൾ ഓടുന്ന റോഡ് എങ്ങനെ, അതിന്റെ ടെറൈൻ എങ്ങനെയൊക്കെ അനുസരിച്ചിരിക്കും. എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു 160-170 കിട്ടും. 180 ഒക്കെ ഈസി ആയിട്ട് സിറ്റിക്കകത്ത്. അൺലെസ് നമ്മൾ കുറെ മണിക്കൂർ ഒരു മേജർ ബ്ലോക്കിൽ കിടക്കുക, അതൊന്നും നമുക്ക് ഇപ്പൊ ഫാക്ടർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. അപ്പോ 250 ഒരു ഫുൾ ചാർജിൽ കിട്ടിക്കഴിഞ്ഞാൽ ആർ യു ഹാപ്പി? മോർ ദാൻ ഹാപ്പി. 350 എന്നുള്ളത് ക്ലെയിം റേഞ്ച്. ഒരിക്കലും നമുക്കൊരു പെട്രോൾ വണ്ടിക്ക് 24 കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല അൺലെസ് നമ്മൾ ഹൈവേയില് ഫേവറബിൾ കണ്ടീഷൻസിൽ ഓടിക്കാതെ. അതേപോലെ തന്നെ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂർ പോകാൻ പറ്റണം. നമുക്ക് സുഖമായിട്ട് ഇവിടെ നിന്ന് കോഴിക്കോടൊക്കെ ഒന്ന് പോയിട്ട് വരാം. സുഖമായിട്ട് പോയിട്ട് വരാം. അപ്പോൾ നിങ്ങള് ഹാപ്പിയാണ്? ഞാൻ എന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ മോർ ദാൻ ഹാപ്പി ആയിരിക്കും. 250 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി നമ്മൾ ലോങ് ഒക്കെ ആണ്ടിനും സംക്രാന്തിക്കൊക്കെ പോകുന്ന ആളുകളാണ്. അതിനിപ്പോൾ പോകാനാണെങ്കിൽ പോലും ഒറ്റ ചാർജിൽ അറ്റ്ലീസ്റ്റ് ഒരു 200 നമ്മളൊക്കെ ഓടിയിട്ട് നമുക്കൊരു ഫാസ്റ്റ് ചാർജർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുഡ് കഴിക്കുന്ന ടൈം കൊണ്ട് വണ്ടി ചാർജ് സുഖമായിട്ട് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ 25% ഒരു ഇംപ്രഷൻ. ഒരൊറ്റ കാര്യം കൂടെ, ഇത് സോഫാർ 900 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളത്. അതിന് എനിക്ക് കാശ് മുടക്കായിട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ലല്ല, ഞാനിപ്പോ ചാർജ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്തേക്കുന്നത് 300 രൂപ. അത് നമുക്ക് വേറെ ഒരു വണ്ടിയിലും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇതാണ് ആദ്യത്തെ 25% കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഇംപ്രഷൻ. ഇനിയിപ്പോ കൂടുതലും നമ്മൾ ഹൈവേയിൽ തന്നെയാണ് പോകാൻ പോകുന്നത്. നല്ല അടിപൊളി 6 വരി പാതയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി ഒക്കെ നമ്മൾ ഇത്രയും 3 പേരെ വെച്ചുകൊണ്ട് 200 കിലോഗ്രാമിന് മേലെ ഭാരം വെച്ചുകൊണ്ട് ഒരു 55-60 സ്പീഡിനടുത്ത് ഓടുമ്പോൾ തന്നെ നമ്മൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി നമുക്ക് വഴിയെ ഓടിച്ച് ഒരു 50% ആകുമ്പോൾ നോക്കാം. എത്തിച്ചിട്ടുണ്ട്. കാരണം 50% എത്തിക്കാൻ നമ്മൾ നേരത്തെ 25 എത്ര എടുത്തോ അതിനേക്കാളും കൂടുതൽ എടുത്തു. കാരണം അത്രയ്ക്ക് എഫിഷ്യന്റ് ആയിരുന്നു ഹൈവേ റൈഡ് ആയതുകൊണ്ട് തന്നെ. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 60-ന് താഴെയുള്ളൊരു സ്പീഡാണ്. കുറച്ച് ദൂരം നമ്മൾ ക്രൂസ് കൺട്രോൾ ഇട്ടു, പിന്നെ നമ്മൾ ക്രൂസ് കൺട്രോൾ മാറ്റി റീജൻ ആണെങ്കിലും നമ്മൾ മാറിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അവസാനം എന്താ 50% ചാർജ് തീർന്നപ്പോൾ 136.9 കിലോമീറ്റർ ഇപ്പോൾ ആയിട്ടുണ്ട്. ആക്ച്വലി 135 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് 50% കൃത്യമായിട്ട് ഡിസ്പ്ലേയിൽ കാണിച്ചത്. അപ്പോൾ ആദ്യത്തെ 25% നമ്മൾ ഏകദേശം 65 കിലോമീറ്ററിലായിരുന്നു. 50-ലേക്ക് നമ്മൾ വന്നപ്പോഴത്തേക്കും 65-ന്റെ ഇരട്ടി 130 കഴിഞ്ഞ് വീണ്ടും ഒരു 5 കിലോമീറ്റർ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ AC യൂസ് ചെയ്തിട്ടില്ല. കാരണം AC ബേസിക്കലി യൂസ് ചെയ്യേണ്ട ഒരു ഇതേ നമുക്ക് വന്നിട്ടില്ല. കാരണം അതിന് മാത്രം ചൂട് നമുക്ക് അനുഭവപ്പെട്ടില്ല. അപ്പോൾ AC യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 15 കിലോമീറ്ററിന്റെ ഡിഫറൻസ് വരും. കാരണം ഇവിടെ ഇപ്പോൾ 130 കിലോമീറ്റർ റേഞ്ച് ഇനിയും കാണിക്കുന്നുണ്ട്, ഇനിയും 130.
ആ ഒരു 130 നമ്മൾ AC ഓൺ ആക്കുകയാണെങ്കിൽ അത് വീണ്ടും കുറച്ചുകൂടെ ഒരു ഡിഫറൻസ് ആക്ച്വലി വരുന്നുണ്ട്. അപ്പോൾ AC ഇല്ലാതെയാണ് നമ്മൾ ഓടിച്ചേക്കുന്നത്. അപ്പോൾ AC വരുമെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു കുറവ് വരും, കുറച്ചേ വരുള്ളൂ, ഒരുപാടൊന്നും ഡിഫറൻസ് വരില്ല. എന്നാലും വണ്ടിയുടെ പകുതി കപ്പാസിറ്റി കൊണ്ട് തന്നെ 135 കിലോമീറ്റർ ഓടിയ സ്ഥിതിക്ക് 100 to 0 ആണെങ്കിൽ നമുക്ക് മേ ബി ഒരു 250 നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പീഡിൽ തന്നെ വിത്തൗട്ട് AC. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ. നമ്മളിപ്പോൾ പാലക്കാട് വന്നിട്ട് നേരെ തിരിച്ചു 50% ബാറ്ററിയിൽ തിരിച്ച് വീട്ടിലേക്ക് എത്താനുള്ള പ്ലാനുകളാണ്. ഇനി നമുക്കൊരു 25% ബാറ്ററി ബാക്കിയുള്ളപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പുതുക്കാട് എത്തിയിട്ടുണ്ട്. 25% ആണ് ഇനി ബാക്കിയുള്ളത്. 75% ചാർജ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 207.7 കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓടിയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആ ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് 25% വരെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാലൻസ് 75 കിലോമീറ്റേഴ്സ് റേഞ്ച് വണ്ടിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചെറുതായിട്ടൊരു റേഞ്ച് ആങ്സൈറ്റി കിക്കിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു 75 ഓടോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ചെറിയ ഒരു ഡൗട്ട് ഉണ്ട്. നമ്മൾ 250 ആണ് ടാർഗറ്റ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇനി 43 കിലോമീറ്റർ കൂടെ ഓടണം. അത് ഏകദേശം ഓടും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പക്ഷേ നമ്മൾ അങ്കമാലിയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം സ്ലോ മൂവിങ് ട്രാഫിക് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ നിതിന് ഈ ഒരു വണ്ടി ചാർജ് ചെയ്യുന്നത്. നമ്മളും ഫാസ്റ്റ് ചാർജ് നമ്മൾ രണ്ടാമത്തെ തവണയാണ് ഈ ഒരു സംഭവം നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ ആയതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടെക്കീസായിട്ട് പോലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് ടാറ്റയുടെ ആപ്പല്ലേ, ആപ്പിന്റെ പേരെന്താണ്? ടാറ്റ ഈസി പവർ എന്ന് പറഞ്ഞ ആപ്പാണ് നമ്മൾ എടുത്തത്. നമ്മൾ ആ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർജിങ് പോയിന്റ് സെലക്ട് ചെയ്തിട്ട് പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്തു. പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്തപ്പോഴാണ് ആ ചാർജർ അൺലോക്ക് ആയത്. അതിനുശേഷം നമ്മൾ 500 രൂപക്ക് റീചാർജ് ചെയ്തു. ഏകദേശം 432 രൂപ വരെ അതിനകത്ത് ബാലൻസ് കാണിച്ചു. അതിനുശേഷം അത് അൺലോക്ക് ആയി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തിട്ട് നമ്മളതിൽ ജസ്റ്റ് പ്രൊസീഡ് കൊടുത്തപ്പോഴാണ് ഇത് ചാർജ് ആവാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നിട്ട് 10-20 മിനിറ്റ് ആയി ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലൊക്കെ ആയിരുന്നു. അവസാനം സക്സസ്ഫുള്ളി കണക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ ആ ഡിസ്പ്ലേയിൽ അത്യാവശ്യം ഡീറ്റെയിലുകൾ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വണ്ടിക്കകത്ത് ചാർജിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ആദ്യമായിട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ ടാറ്റയുടെ ഷോറൂമിൽ തന്നെ അവിടെ ഒരു ഫാസ്റ്റ് ചാർജർ ഉണ്ടാവും. അവിടെ വെച്ചൊന്ന് എക്സിക്യൂട്ടീവിനെ കൊണ്ട് ചെയ്ത് കാണിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ഒരു നോൺ ടെക്കി ആയിട്ടുള്ള ഒരു അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നതിന് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടെ നമുക്ക് അസിസ്റ്റൻസിന് ചോദിക്കാൻ പോലും ഒരു മനുഷ്യനില്ല. അപ്പോൾ അത്രയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ ചാർജ് ചെയ്തത്. KCBയിലും എവിടെയാണെങ്കിലും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കാം അല്ലേ? എല്ലാത്തിനും പല പല അഗ്രിഗേറ്ററിന്റെ ആപ്സ് ഉണ്ട്. പക്ഷെ ആപ്സ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ കൺവീനിയൻസിന് ചാർജ് ചെയ്യാനും പറയുന്നത് ചുമ്മാതല്ല ആളുകള് ചാർജിങ്ങിനെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടെ ഇത് ചുമ്മാ അല്ല ആളുകൾ പരാതി പറയുന്നത്. ഇപ്പൊ തന്നെ നമ്മള് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അത് കണക്ട് ചെയ്തത്. എന്നാലും ഇനി ഒരാള് ചാർജ് ചെയ്യാൻ വരികയാണെങ്കിൽ ഓർത്തിരിക്കുക, ഇത് ടാറ്റ പവർ എന്ന് പറഞ്ഞ ടാറ്റ ഈസി പവർ എന്ന് പറഞ്ഞ ടാറ്റയുടെ തന്നെ ചാർജിങ് സ്റ്റേഷനാണ്. അപ്പൊ അവരുടെ യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ പേരൊന്നും ആപ്പിന്റെ പേരൊന്നും എഴുതിയിട്ടില്ല. ടാറ്റ പവറിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ടാറ്റ പവറിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നാ ഒരു ഇൻസ്ട്രക്ഷൻ പോലെ എന്തെങ്കിലുമൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് വായിച്ചിട്ട് ഓക്കെ ഇതാണ് ഉള്ളത്. സ്കാൻ യൂസിങ് ആപ്പ് അത്രേ ഉള്ളൂ. യൂസ് RFID ഓർ
മൊബൈൽ ആപ്പ് എന്ന് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വോൾട്ടേജ്, കറണ്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കൺസ്യൂം ചെയ്യുന്ന കറണ്ടിന്റെ ഇപ്പൊ തന്നെ 1 kWh ആയല്ലോ. ഒരു സാധനം ചാർജ് ആവും. ഗൈസ്, അപ്പോൾ നമ്മളൊരു ഫുൾ റേഞ്ച് ടെസ്റ്റ് ചെയ്യണം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്കമാലിയിലേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചാർജ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മളിവിടെ എത്തുമ്പോൾ 16% ചാർജാണ് ബാക്കി ഉണ്ടായിരുന്നത്. ഏകദേശം 49 കിലോമീറ്റർ ഓടാനുള്ളൊരു റേഞ്ച് വണ്ടിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ 232 കിലോമീറ്ററിനടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 270 ഒക്കെ ഓടും എന്നുള്ള രീതിയിലാണ് വണ്ടിയിൽ കാണിക്കുന്നത്. ഏറെക്കുറെ സംഭവം റിലയബിൾ തന്നെയാണ്. കാരണം നമ്മളൊരു 25 കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ പെർഫോമൻസിലോ അല്ലെങ്കിൽ റേഞ്ചിലോ കാര്യമായിട്ടുള്ള ഡിപ്പ് ഒന്നും വന്നില്ല. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 250 കിലോമീറ്റർ ആയിരുന്നു. അത് തീർച്ചയായും ഓടിയെത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. പെർഫോമൻസിൽ അല്ലെങ്കിൽ റേഞ്ചിൻ്റെ കാര്യത്തിലൊന്നും ഒരു 25% താഴേക്ക് വന്നപ്പോൾ കാര്യമായിട്ടുള്ള ഡിപ്പ് ഉണ്ടായില്ല. നമ്മളൊരു ആവറേജ് നോക്കുകയാണെങ്കിൽ 1% ചാർജിന് 2.67 കിലോമീറ്റർ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 270 കിലോമീറ്റർ വരെ നമുക്ക് ഓടാൻ സാധിക്കും, പ്രൊവൈഡഡ് വിത്തൗട്ട് എ സി ഉണ്ട് എങ്കിൽ മേ ബി ഒരു 15-20 കിലോമീറ്റേഴ്സ് കുറയുമായിരിക്കും. എന്നിരുന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ 3 പേരായിട്ട് ഏകദേശം 200 കിലോഗ്രാമിന് മേലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ന്യൂക്ലിയർ ഫാമിലി, ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളടങ്ങുന്ന ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എങ്ങനെ വന്നാലും ഒരു 250 കിലോമീറ്റർ റേഞ്ച് കിട്ടും, വിച്ച് ഈസ് പ്രിറ്റി ഡീസൻറ്റ്. അത്യാവശ്യം നല്ലൊരു റേഞ്ച് തന്നെയാണ്. കാരണം നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, അത് നമുക്ക് ഏകദേശം മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. കമ്പനി പറയുന്നത് 315 നമുക്കൊരു 65 കിലോമീറ്റർ മാറിയിട്ട് ഏകദേശം 250 അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടും എന്നുള്ളത് ഷുവറാണ്. ഇനിയും ചിലപ്പോൾ അത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്, പ്രൊവൈഡഡ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലെവൽ റോഡ്സിലാണ് പോകുന്നതെങ്കിൽ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച വീഡിയോസായിട്ട് വരുന്നത്